ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ പാതി വഴി നാം പിന്നിട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലേക്കും ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്കും നാം അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളെല്ലാം തന്നെ വിശുദ്ധ വേദവായനയിലൂടെയും ധ്യാനത്തിലൂടെയും നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്നത് ആ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ ചെറിയ പ്രായം മുതൽ, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ നാം കേൾക്കുകയും പരിചരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ധനവാന്റെയും ലാസറിന്റെയും ഉപമ. വളരെ ധനവാനായ ഒരു മനുഷ്യൻ, തൻ്റെ സമ്പത്തിന്റെ പ്രൗഢിയിൽ തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചിരുന്ന ഒരു മനുഷ്യൻ. അതുപോലെ തന്നെ ദരിദ്രനായ മറ്റൊരു മനുഷ്യൻ, അത് ലാസർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവരുടെ ജീവിതത്തെ കുറിച്ചുള്ള പഠനവും പിന്നീട് ഇവരുടെ മരണശേഷം ഒരാൾ അബ്രഹാമിന്റെ, അതായത് ലാസർ അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിക്കുകയും ധനവാൻ പാതാളത്തിൽ കിടന്നുകൊണ്ട് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി യാചിക്കുകയും ചെയ്യുന്നതായ സന്ദർഭത്തെയാണ് ഇവിടെ ഉപമയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ സംഭവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പ്രാവശ്യം ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണ്. എന്നാൽ ഈ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ക്രിസ്തീയ കാര്യവിചാരകത്വത്തിൻ്റെ ആ ഒരു മേന്മയെ കുറിച്ചാണ്. ഈ ഒരു കഥ നമ്മൾ പഠിക്കുമ്പോൾ, ഉപമ പഠിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ലഭിച്ചിട്ടുള്ളതിനെ, അത് താലന്തുകൾ ഓരോന്നും എങ്ങനെ നമ്മൾ വിനിയോഗിക്കണം എന്നുള്ള വലിയൊരു പഠനം ഇവിടെ നമുക്ക് നൽകി തരുന്നു. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന പല കാര്യങ്ങളും അവനവന്റെ അധ്വാനമുണ്ട് എങ്കിൽ തന്നെയും അത് ദൈവത്തിന്റെ അളവറ്റ കരുണയാണ്. അങ്ങനെ ദൈവത്തിന്റെ കൃപയിലൂടെ, അനുഗ്രഹങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നതിനെ നമ്മൾ അടുത്തു നിൽക്കുന്നവരോട് ഭംഗിയായി അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അതുകൊണ്ടാണല്ലോ ഇപ്രകാരം നമ്മൾ കവിത കേട്ടിട്ടുണ്ട്: അടുത്തു നിൽപ്പോർ അനുജനെ കാണാൻ അക്ഷികളില്ലാത്തവൻ അരൂപനീശ്വരനെ അദൃശ്യനായാൽ അതിനും താല്പര്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ അടുത്ത് നിൽക്കുന്ന സഹോദരനെ, അത് അവൻ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അവനെ വേണ്ടവണ്ണം പരിചരിക്കുവാനോ അവനെ കെയർ ചെയ്യുവാനോ നമുക്ക് സാധിക്കാതെ വരുന്ന ഒരവസ്ഥ ഇവിടെയുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇതിന് മറ്റൊരു തലം മറ്റൊരു സ്ഥലത്ത് നമുക്ക് ലഭിക്കുമെന്നുള്ളത് സത്യമാണ്. കാരണം എങ്കിലേ ദൈവം നീതിമാനാവുകയും ഇവിടുത്തെ ഈ സമ്പത്തും ഇവിടുത്തെ ഈ അധികാരവും എല്ലാം ഒരു വിഭാഗം അനുഭവിക്കുകയും ഇവിടെ വലിയ ദാരിദ്ര്യത്തിലുള്ള ഒരു മനുഷ്യൻ ജീവിക്കുകയും ചെയ്താൽ പിന്നീട് എങ്ങനെയാണ് ദൈവത്തിന്റെ നീതി ഇവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയാകുന്നത്? അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ ഈ ലോകത്തിൽ ഈ വളരെ ഹ്രസ്വകാലത്തേക്ക് ഈ നശ്വരമായ ലോകത്തിൽ ജീവിക്കാനായിട്ട് വന്നിട്ടുള്ളവരാണ്. എന്നാൽ നമ്മുടെ പ്രത്യാശ നമ്മുടെ നിത്യജീവനെ കുറിച്ചുള്ള ബോധ്യമാണ്. ഇവിടെ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് നാം മാറ്റപ്പെടുമെന്നും ന്യായവിധിയുടെ ദിവസത്തിൽ നമുക്ക് നമ്മുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം ലഭിക്കുകയും ചെയ്യുമെന്നുള്ള വലിയൊരു ചിന്തയുണ്ട്. അതിൻ്റെ ഒരു ഉപമയായിട്ടാണ് നമുക്ക് ഈ ധനവാന്റെയും ലാസറിന്റെയും കഥ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമുക്കറിയാം, ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിൽ ഒരു മനുഷ്യർക്ക് ഓരോ മനുഷ്യനും ജീവിക്കുവാനായിട്ടുള്ള എല്ലാ സമ്പദ് വ്യവസ്ഥകളുമുണ്ട്, അതിനനുസരിച്ചുള്ള സമ്പത്തും സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ വളരെ ചുരുക്കം ചിലരുടെ കരങ്ങളിൽ അതകപ്പെട്ടിരിക്കുന്നു. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മൾ നോക്കുമ്പോൾ അത് തന്നെയല്ലേ, ഈ ഭാരതം എന്ന വലിയൊരു ദേശത്ത് തന്നെ എത്രയോ മനുഷ്യരെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളും നീങ്ങുന്നു. അതേ സമയത്ത് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളുള്ളവരായി ഒരു വലിയ സമ്പന്നവർഗമായിരിക്കുന്നു. അത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഇന്ന് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ക്രിസ്തീയ കാര്യവിചാരകത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന സന്തോഷങ്ങൾക്ക് അപ്പുറത്തോട്ട് നിത്യജീവനിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമായി നമ്മുടെ സമ്പത്തും നമ്മുടെ അധികാരവും നമുക്ക് ലഭിച്ചിട്ടുള്ള സർവ്വതും ഒരു തടസ്സമായി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യം ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ നമ്മുടെ ധ്യാനങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് അതുകൊണ്ടാണല്ലോ പിതാക്കന്മാർ ഇവിടുത്തെ പ്രാർത്ഥനകളിലൊക്കെ പറയുന്നുണ്ട്,
ഭക്ഷണത്തിൽ മാത്രമുള്ള നോമ്പ് വർജിക്കുന്നത്, അല്ലെങ്കിൽ നോമ്പിൽ ചില ഭക്ഷ്യപദാർത്ഥങ്ങൾ മാത്രം വർജിക്കുന്നത് കൊണ്ട് കാര്യമൊന്നും ആകുന്നില്ല. മറിച്ച് സാധാരണക്കാരെ, പ്രയാസം അനുഭവിക്കുന്നവരെ, അവരെ ചേർത്ത് പിടിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം കൂടി നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഈ നോമ്പ് അനുഗ്രഹീതമായി തീരുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഉള്ളത് വളരെ പരിമിതമായ കാര്യങ്ങളാണ്. പക്ഷെ ആ പരിമിതമായ സാഹചര്യങ്ങളിൽ പോലും ഓരോ പ്രയാസം അനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ദിവസങ്ങളിലെ ഏതെങ്കിലും ഭാഗങ്ങളെല്ലാം നമുക്ക് കാണുന്നത്, പ്രത്യേകിച്ച് കുഷ്ഠരോഗിയായ മനുഷ്യനെ കർത്താവ് ചേർത്ത് പിടിക്കുന്നു. പ്രയാസം അനുഭവിക്കുന്ന ഓരോരുത്തരെയും തൻ്റെ അടുക്കിലേക്ക് വിളിച്ച് അവർക്ക് ആവശ്യമുള്ളതൊക്കെ നൽകുന്ന കർത്താവ് ഈ ഉപമ നമുക്ക് പകർന്നു നൽകുന്നതിലൂടെ നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകളും മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ ഇടയാകുന്നുവെങ്കിൽ ദൈവരാജ്യത്തിൽ നിത്യജീവന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ നമുക്ക് അതെല്ലാം അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും എന്നുള്ള വലിയ യാഥാർത്ഥ്യം കർത്താവ് കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.